നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. ഈ രാഹുലിന് ഇതെന്താണ് സംഭവിക്കുന്നത് ഒരു കൂട്ടം ആളുകൾ വിശ്വസിച്ച ഒരു നേതാവ് ആക്കി, പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യനാക്കി കൊണ്ടുവന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു പോയത്. പക്ഷെ അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ ഏത് നിലയിലേക്ക് പോകുന്നു എന്നുള്ളത് നമുക്ക് ആശങ്ക തുറന്നാൽ വലിയ വിവാദമായി വരികയാണ്. കാരണം നമുക്ക് ഈ ഖലിസ്ഥാൻ വാദികളായി നിൽക്കുന്നവരെ പോലും അവരോട് പോയി സംസാരിക്കുന്നു, അവർക്കൊപ്പം ഇരുന്ന് ഫോട്ടോ എടുക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ അതിശയമാണ് തോന്നുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് നമുക്കറിയാം ക്യാബിനറ്റ് റാങ്കാണ്. പ്രധാനമന്ത്രി, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ്, ഇതൊക്കെ ജനാധിപത്യ സംവിധാനത്തിൽ വളരെ പ്രാധാന്യമുള്ള പദവികളാണ്. അപ്പോൾ ആ പദവിയിലിരിക്കുന്നവർ ആ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ താൻ എന്താണ് കാണിക്കുന്നതെന്ന് സ്വയം തോന്നണ്ടേ? അത് തോന്നാതെയുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. വളരെ വിഷമകരമായ കാര്യങ്ങളാണ്. കോൺഗ്രസ് പാർട്ടി ഇതിന് ഔദ്യോഗികമായ ഒരു മറുപടി ഇതുവരെ പറഞ്ഞിട്ടുമില്ല. നമുക്ക് ആ ഒരു വാർത്തയുടെ അപ്ഡേറ്റ്സിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ അമേരിക്കൻ സന്ദർശന വേളയിൽ തീവ്ര ഇസ്ലാമിക നിലപാടുള്ള ഇൽഹാൻ ഉമറുമായി രാഹുൽ കൂടിക്കാഴ്ച നടത്തിയത് വിവാദമായിരിക്കുകയാണ്. 3 ദിവസത്തെ പര്യടനത്തിനായി US-ലെത്തിയ രാഹുൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവും US കോൺഗ്രസ് അംഗവുമായ ഇൽഹാൻ ഉമറിനെ കണ്ടതിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്നാണ് BJP വാദിക്കുന്നത്. അമേരിക്കയിലെത്തിയ രാഹുൽ ഭാരതത്തെ ഇകഴ്ത്തുകയും ചൈനയെ പുകഴ്ത്തുകയും ചെയ്ത സംഭവവും സിഖ് വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയതും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. നമുക്ക് നന്ദഗോപനിൽ നിന്ന് തുടങ്ങാം. ഡൽഹിയിൽ നിന്ന് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, നമസ്തേ. രാഹുലിൻ്റെ ദേശവിരുദ്ധ പരാമർശങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ദേശവിരുദ്ധ ശക്തികളുമായി ചേർന്നുള്ള ചർച്ചകൾ, കൂടിക്കാഴ്ചകൾ, നേരത്തെ പറഞ്ഞതുപോലെ ഫോട്ടോ എടുക്കലുകൾ ഒക്കെയും ഒരുമിക്കലുകൾ എന്ന് തോന്നുന്ന തരത്തിലേക്ക് രാജ്യത്തിനാകെ ആശങ്കയുണ്ടാക്കുന്ന വാർത്തകളാണ്. എന്ത് പ്രതികരണമാണ് രാജ്യത്ത് നിന്ന് ആകെ വന്നുകൊണ്ടിരിക്കുന്നത്? നമസ്തേ. ഈ രാഹുൽ 3 ദിവസത്തെ സന്ദർശനത്തിനാണ് അമേരിക്കയിൽ പോയത്. ഈ 3 ദിവസവും ഓരോ പരിപാടികളിൽ പങ്കെടുത്ത് അദ്ദേഹം വിവാദം സൃഷ്ടിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ ഏറ്റവും ഇപ്പോൾ ഒടുവിലായി വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇൽഹാൻ ഒമർ അവർ സൊമാലിയയിൽ നിന്നും കുടിയേറിയ തീവ്ര ഇസ്ലാമിക നിലപാടുള്ള വ്യക്തിയാണ്. അവർ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ അംഗമാണ്, US കോൺഗ്രസിൽ അംഗമാണ്. ഇവരുമായിട്ടുള്ള കൂടിക്കാഴ്ച വിവാദമായിരിക്കുകയാണ്. പ്രത്യേകിച്ച് പലപ്പോഴും ഭാരതത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ് ഇൽഹാന. ഈ പാക് ഒപ്പിക്കേട് കാശ്മീർ അവർ സന്ദർശിച്ചിരുന്നു. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി US-ൽ പ്രസംഗിച്ചപ്പോൾ ആ പ്രസംഗം ബഹിഷ്കരിച്ച വ്യക്തിയാണ്. പലപ്പോഴും ഭാരതത്തിനെതിരെ നിലപാടെടുത്തിട്ടുണ്ട്. അതായത് ഈ ഖാലിസ്ഥാൻ സംഭവവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഖാലിസ്ഥാന് അനുകൂലമായ നിലപാടെടുക്കുകയും ഭാരതത്തിന് പ്രതികൂലമായി പ്രതികരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഇൽഹാന. ആ ഇൽഹാനയുമായാണ് രാഹുൽ കൂടിക്കാഴ്ച നടത്തിയത്. സ്വാഭാവികമായും നേരത്തെ തന്നെ ഉയർന്ന ആരോപണങ്ങളുണ്ട്. വിഘടനവാദം അല്ലെങ്കിൽ ഭാരതത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നു. അതിന് ഇപ്പോൾ ഈ ഇത്തര തീവ്ര ഇസ്ലാമിക നിലപാടുള്ള വ്യക്തികളുമായി കൂടിക്കാഴ്ച നടത്തിയത് ഈ ഇത്തരം വിഘടനവാദത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് BJP ഉന്നയിക്കുന്ന ആരോപണം. മാത്രമല്ല, ഈ ഖാലിസ്ഥാൻ വിഷയത്തിൽ പലപ്പോഴും അമേരിക്കയുമായി ചേർന്ന് കാനഡയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഇൽഹാനിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും കാനഡയിൽ ഖാലിസ്ഥാൻ ഭീകരവാദികൾ അജ്ഞാതരാൽ ആക്രമിക്കപ്പെടുമ്പോൾ അതെല്ലാം ഭാരതത്തിന് മേൽ പഴിചാരുവാൻ വേണ്ടി ഇൽഹാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പലപ്പോഴും ഭാരതത്തോട് എതിര് നിൽക്കുന്ന അല്ലെങ്കിൽ ഭാരതത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന നിലപാടാണ് ഇൽഹാന സ്വീകരിക്കുന്നത്. അതേ വ്യക്തിയായാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ അതേ വ്യക്തിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇപ്പോൾ ഭാരതത്തിൽ വലിയ വിവാദമായിരിക്കുന്നു. എന്താണ് ആ കൂടിക്കാഴ്ചയുടെ അർത്ഥം, അല്ലെങ്കിൽ ആ കൂടിക്കാഴ്ച കൊണ്ട് രാഹുൽ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും BJP മുന്നോട്ട് വെക്കുന്നത്. ഭാരതത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊപ്പം കൂടിയാണോ രാഹുലിൻ്റെ യാത്ര എന്നുള്ള ചോദ്യവും BJP ഉന്നയിക്കുന്നു. നമുക്കറിയാം, ഈ 3 ദിവസം രാഹുൽ 3 ദിവസത്തെ സന്ദർശനത്തെപ്പോൾ ആദ്യ ദിവസം തന്നെ ഭാരതത്തെ ഇകഴ്ത്തുകയും ചൈനയെ പുകഴ്ത്തുകയും ചെയ്യുന്ന നിലപാടായിരുന്നു രാഹുൽ സ്വീകരിച്ചിരുന്നത്. പ്രത്യേകിച്ച് ഭാരതം വലിയ കുതിച്ചുചാട്ടം സമസ്ത മേഖലകളിലും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഭാരതത്തെ അവിടെ ഇകഴ്ത്തി, മറിച്ച് ചൈനയുടെ സാമ്പത്തിക ശേഷിയടക്കം ഉയർത്തി കാണിച്ചുകൊണ്ടായിരുന്നു രാഹുൽ പ്രസ്താവന നടത്തിയത്. യാഥാർത്ഥ്യങ്ങൾ രാഹുലിന് മുന്നിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയ വൈരം മുൻനിർത്തിക്കൊണ്ട് ഭാരതത്തെ ഇകഴ്ത്തുവാൻ വേണ്ടി രാഹുൽ നടത്തിയ ശ്രമം വലിയ പ്രതിഷേധമായിരുന്നു. അതിന് പിന്നാലെ മറ്റൊരു പരിപാടിയിൽ സിഖ് മതസ്ഥരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. അതായത് തലപ്പാവും ഘടയും ധരിച്ചുകൊണ്ട് ഗുരുദ്വാരകളിലേക്ക് പോകാൻ സിഖ് മതസ്ഥർക്ക് വലിയ പോരാട്ടം ആവശ്യമാണെന്നായിരുന്നു രാഹുലിൻ്റെ പ്രസ്താവന. ഈ സിഖ് മതസ്ഥർക്ക് മാത്രമല്ല മറ്റു മതവിശ്വാസികളും വലിയ പോരാട്ടത്തിൻ്റെ പാതയിലേക്ക് കിടക്കുകയാണെന്നും രാഹുൽ സൂചിപ്പിച്ചു. ഇതിനെതിരെ ഇന്നലെ രാഹുലിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് വലിയ പ്രതിഷേധമാണ് സിഖ് മതസ്ഥർ കാഴ്ചവെച്ചത്. രാഹുൽ ഈ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. 100 കണക്കിന് സിഖ് മതവിശ്വാസികളാണ് ഇന്നലെ രാഹുലിൻ്റെയും സോണിയയുടെയും ഔദ്യോഗിക വസതിക്ക് മുന്നിൽ തടിച്ചുകൂടിയത്. വലിയ പ്രതിഷേധത്തിന് വേദിയാകുകയായിരുന്നു ഇന്നലെ
ഇന്നലെ ന്യൂഡൽഹി. മാത്രമല്ല ഈ വരും ദിവസങ്ങളിലും ഈ സിഖ് മതസ്ഥരുടെ പ്രതിഷേധങ്ങൾ കാണാൻ പോവുകയാണ്. അവർ അവിടെ ഈ പ്രതിഷേധത്തിനിടയിൽ ഉയർത്തിയ വാദങ്ങൾ, പ്ലക്കാർഡുകളൊക്കെ തന്നെ വലിയ ശ്രദ്ധേയമായിരുന്നു. 1986 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, പിന്നീടുണ്ടായ സിഖ് വിരുദ്ധ കലാപങ്ങൾ, അതിലേതാണ്ട് 3000-ലധികം സിഖ് വംശജരാണ് കൊല്ലപ്പെട്ടത്. അതിന് കാരണക്കാരായത് കോൺഗ്രസ്സുകാരാണ്, അന്നത്തെ ഭരണത്തിന് നേതൃത്വം നൽകിയവരാണ്. അന്ന് രാഹുൽ ഗാന്ധി അടക്കം മൗനം പാലിച്ച സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ നിലനിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമായി തന്നെ നിലനിൽക്കുമ്പോഴാണ് രാഹുൽ സിഖ് വംശജർക്ക് ഭാരതത്തിൽ ഗുരുദ്വാരകളിലേക്ക് പോകുവാൻ പ്രത്യേക പോരാട്ടം ആവശ്യമാണെന്നുള്ള പ്രസ്താവന നടത്തിയത്. സ്വാഭാവികമായും അത് സിഖ് മതസ്ഥരെ വലിയ രീതിയിൽ അവർക്ക് വേദനയുണ്ടാക്കി. ഇതിനെല്ലാം ഉപരി ഭാരതത്തെ വിഭജിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്കുള്ള വളമായി, ഊർജ്ജമായി രാഹുലിൻ്റെ വാക്കുകൾ മാറി എന്നുള്ള യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് സിഖ് മതസ്ഥർ, അവർ ഖാലിസ്ഥാൻവാദികൾ, അവർ ഈ ഒരു പ്രത്യേക മാതൃരാജ്യം ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് ഊർജ്ജം പകരുകയായിരുന്നു രാഹുലിൻ്റെ വാക്കുകൾ. പ്രത്യേകിച്ച് ഇന്നലെ സിഖ് ഫോർ ജസ്റ്റിസ് നേതാവ് രാഹുലിൻ്റെ പ്രസ്താവനകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. രാഹുലിൻ്റെ പ്രസ്താവനകൾ ഊർജ്ജം നൽകുന്നതാണെന്നും പഞ്ചാബിൽ ഹിതപരിശോധന എന്ന സിഖ് ഫോർ ജസ്റ്റിസിൻ്റെ ആവശ്യങ്ങളെ ന്യായീകരിക്കുന്നതാണ് രാഹുലിൻ്റെ വാക്കുകളെന്നുമായിരുന്നു സിഖ് ഫോർ ജസ്റ്റിസ് നേതാവ് പന്നുവിൻ്റെ വാക്കുകൾ. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് രാഹുലിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്, രാഹുലിന് സപ്പോർട്ട് നൽകിക്കൊണ്ടാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ തൻ്റെ വാക്കുകൾ കുറിച്ചത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പുതിയൊരു വിവാദം കൂടി ഉടലെടുത്തിരിക്കുന്നത്. ഡെമോക്രാറ്റിക് നേതാവും അതേപോലെ തന്നെ US കോൺഗ്രസിൽ അംഗവുമായിട്ടുള്ള വ്യക്തിയെ രാഹുൽ കണ്ടത്, അതും തീവ്ര ഇസ്ലാമിക നിലപാടുകൾ വെച്ച് പുലർത്തുന്ന വ്യക്തി, ഭാരതത്തോട് പലപ്പോഴും ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്ന വ്യക്തിയുമായാണ് രാഹുൽ ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. വലിയ വിവാദങ്ങൾ, അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ വരും മണിക്കൂറുകളിൽ ഉയരുവാനുള്ള സാധ്യത നിലനിൽക്കുന്നു.